യെസ്, ഹലോ ചോ, ഹായ്, നമസ്തേ, ക്യാ ഹാൽ ചാൽ. സൂറിനാമെ പെഹ്ലാ ദിൻ. സൂറിനാം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ആദ്യത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പാഠഭാഗം വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ആ ഒരു പാഠഭാഗമാണ് രണ്ടാമത്തെ യൂണിറ്റിൽ. രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ നിജ് ഭാഷാ ഉന്നതി എന്നാണ്. സോ ഹിന്ദി ഭാഷയെ പൊക്കിയടിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനത്തുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പാഠഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സൂറിനാമെ പെഹ്ലാ ദിൻ, സൂറിനാം, മൗറീഷ്യസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഐലൻഡ്സ് ഉണ്ട് അല്ലേ. സോ ഈ ഒരു രാജ്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ഹിന്ദി ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹിന്ദി ഭാഷ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുപോലൊരു രാജ്യമാണ് സുറിനാം എന്ന് പറയുന്നത്. സോ സുറിനാം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ആരാണ്? നമ്മുടെ ലേഖകനായിട്ടുള്ള ഹിമാൻഷു ജോഷി പോവുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അയാൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്? വെറുതെ ആണോ? അല്ല. വിശ്വ ഹിന്ദി സമ്മേളൻ, നോട്ട് ചെയ്തോളൂ, വിശ്വ ഹിന്ദി സമ്മേളൻ എന്ന് പറയുന്ന ഒരു സാധനം നടക്കാറുണ്ട്. 2003 അദ്ദേഹം പോയതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സെറ്റിൽ. എന്താണ് ഇവിടെ 2003 അദ്ദേഹം പോയത് എന്തിനാണ്? ആ ഒരു വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആ ഒരു വിശ്വ ഹിന്ദി സമ്മേളനത്തിൽ എന്തിനാണ് പങ്കെടുത്തത്? കാരണം ഈ ഒരു സുറിനാം എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അല്ലെ, തൊഴിൽ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഓർമ്മക്കായിട്ട് ഈ ഒരു വർഷങ്ങൾ ഓരോ റിക്കറിംഗ് പീരീഡിൽ എന്താണ് അവിടെ വിശ്വ ഹിന്ദി സമ്മേളനം സംഘടിപ്പിക്കും. ഭാരതത്തിലും ഒരുപാട് ഹിന്ദി റൈറ്റേഴ്സ് ഒക്കെ എന്തിന് അവിടെ വരും. എന്നിട്ട് ആ ഒരു പരിപാടി സൂപ്പറാക്കും. അവിടുത്തെ രാഷ്ട്രപതിയൊക്കെ നമ്മളെ ഈ രാജ്യത്തെ പാട്ടുകളെയും സിനിമകളെയൊക്കെ പൊക്കിയടിക്കും. ഈ ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. സോ സുറിനാം എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദി ഭാഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അവിടുത്തെ പാരാമരിബോ എന്ന് പറയുന്ന ഷെഹറിൽ എന്താണ് ഒരുപാട് രീതിയിൽ ആൾക്കാർ, ഏകദേശം 37% ആൾക്കാരോരും അവിടെ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരാണ്. 37%. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഷ, ഹിന്ദി ഭാഷയുടെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹിമാൻഷു ജോഷി എന്ന് പറയുന്ന ഓഥറാണ് ഈ ഒരു പാഠഭാഗം എഴുതിയിട്ടുള്ളത്. ഹിമാൻഷു ജോഷി അവിടെ പോകുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനം ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. സോ നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. तो ठीक बच्चों, सबको स्वागत है एजुपोर्ट के एक नए हिंदी सेशन के साथ. ഇതുവരെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഹിന്ദി പഠിക്കാത്തവർക്കൊക്കെ ഷെയർ ചെയ്യാം. നമ്മൾ ഏകദേശം 3 ചാപ്റ്റേഴ്സ് 2026 ഓണം എക്സാം റിലേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം. നമ്മൾ അവസാനം 4ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. 2ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഈ ഒരു എക്സാമിലേക്ക് അല്ലെ. സോ അതുകൊണ്ട് നോക്കിക്കോളൂ, ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് തന്നെ സുറിനാമിൽ നടന്നിട്ടുള്ള 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനത്തെ കുറിച്ചാണുള്ള യാത്രാ വിവരണമാണ്. എങ്ങനെയാണ് ഇതിനെ പറയാ? ഹിന്ദിയിൽ എങ്ങനെ പറയാം? 7वां विश्व हिंदी सम्मेलन के बारे में है. ओके, सूरीनाम में मौजूद, सूरीनाम में क्या है हुए 7वां विश्व हिंदी सम्मेलन के बारे में है ये. 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനത്തെ കുറിച്ചാണ് സൂറിനാമിൽ നടന്നിട്ടുള്ളത്. സെറ്റ് അല്ലേ? 7ാമത്തെയാണ്. ആദ്യം തന്നെ നോട്ട് ചെയ്തോളൂ. 7th ആണ്. 7th വിശ്വ ഹിന്ദി സമ്മേളനത്തെ കുറിച്ചാണ് 1ാമത്തെ പോയിന്റ് പഠിക്കേണ്ടത്. ഓക്കെ, സോ സൂറിനാമിലാണ് ഇത് നടന്നിട്ടുള്ളത്. സൂറിനാമിലെ 37% ജനങ്ങൾ എന്താണ്? ഇന്ത്യൻ വംശജരാണ്. അതായത് ഭാരതീയ മൂൽക്കാഹെ. അതാണ് പോയിന്റ്, ഭാരതീയ മൂൽക്കാഹെ. എത്ര ശതമാനം ആൾക്കാർ? 37% ആൾക്കാരോളം. സുറിനാമിലെ 37%, 37% ലോക് ഭാരതീയ മൂൽക്കാഹെ, ഭാരതീയ ഒറിജിനുള്ള ആൾക്കാരാണ്. ഓക്കെ, വംശജരാണ്. അവർ സർനാമി ഹിന്ദുസ്ഥാനി എന്ന ഭാഷയാണ് സംസാരിക്കുന്നത്. ഏകദേശം വ്രജ്, അവധിയുടെ ഒക്കെ ഒരു മിക്സ് ആണ് സർനാമി ഹിന്ദുസ്ഥാനി. 3ാമത്തെ പോയിന്റ്, അവർ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? സർനാമി ഹിന്ദുസ്ഥാനി. ഓക്കെ, സർനാമി ഹിന്ദുസ്ഥാനി എന്ന ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. 3ാമത്തെ പോയിന്റ്. 1ാമത്തെ ഞാൻ പറഞ്ഞു 7വാ വിശ്വ ഹിന്ദി സമ്മേളനത്തിലേക്കാണ് ഹിമാൻഷു ജോഷി പോയിട്ടുള്ളത്. 2ാമത്തെ പോയിന്റ് 37% 37% ആൾക്കാരാണ് അവിടുത്തെ ഭാരതീയ മൂൽ റൂട്ട്, ഇന്ത്യൻ റൂട്ട് ഉള്ളത്. അടുത്തത് ഭാഷ എന്ന് പറയുന്നത് സർനാമി ഹിന്ദുസ്ഥാനി ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. സെറ്റ് അല്ലേ? റെഡി. അടുത്തെന്താണ്? ഈ ഭാഷ ഭോജ്പൂരിയും അതുപോലെ തന്നെ അവധിയുടെ ഒക്കെ മിശ്രിതമാണ്. ഭോജ്പൂരി അവധി ഭാഷയ്ക്ക് ജോ മിശ്രൺ ഹേ ഹമാരി സർനാമി ഹിന്ദുസ്ഥാനി. സർനാമി ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഭാഷ ഭോജ്പൂരി അവധിയുടെ ഒക്കെ മിശ്രിതമാണ്. അതുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താം. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്താം. ഭോജ്പൂരി എന്ന് പറയുന്ന ബീഹാറിലെ ഒരു ഭാഷയും അതുപോലെ തന്നെ യുപിയിലൊക്കെ സംസാരിക്കുന്ന അവധി ഭാഷയുടെ ഒക്കെ മിശ്രിതമാണ്. അതുപോലെ തന്നെ എന്താണ്? 130 വർഷം മുൻപ് സൂറിനാമിലെത്തിയ ആദ്യ ഇന്ത്യൻ തൊഴിലാളികളുടെ ഓർമ്മക്കായിട്ടാണ് ഈ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഏകദേശം 130 വർഷങ്ങൾക്ക് മുമ്പ്, 130 സാൽ പെഹലെ, 130 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഭാരതത്തിലെ ജനങ്ങൾ അവിടെ ജോലി ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോഴെന്താണ് അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? നമ്മുടെ രാമചരിത മാനസ് ആയിക്കോട്ടെ, ഹനുമാൻ ചാലിസ ആയിക്കോട്ടെ, അങ്ങനത്തെ ബുക്കുകളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പിന്നീട് ആ ഭാഷയുടെ പ്രൊമോഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ തോണിയിലൊക്കെയാണ് പോയിട്ടുള്ളത്. ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് ഒന്നുമില്ല. തോണിയിലേക്ക് പോകുമ്പോൾ പോലും അവരെന്ത് ചെയ്തിട്ടില്ല? ആ ബുക്കുകളൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നമ്മുടെ ലെജൻസ് ആണ് അല്ലെ. രാമചരിത മാനസ്, ഉത്തരേന്ത്യൻ രാമായണം,
ഹനുമാൻ ചാലിസ, ഹനുമാൻ എന്ന് പറയുന്ന ആ ഒരു ഡയറ്റിയുടെ ആ ഒരു ഒരുപാട് കാര്യങ്ങൾ, ചാലിസ മന്ത്രങ്ങളൊക്കെ ഉള്ള ആ ഒരു ബുക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ യാത്രയ്ക്ക് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൂപ്പറായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ സുറിനാമിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഷയുടെ പ്രൊമോഷന് ഇതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഒരു ദ്വീപ്, അണയാത്ത ദീപം പോലെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു കാര്യമുണ്ട്. ഓക്കെ, ഹിന്ദി ഏകദേശം 130 വർഷങ്ങൾക്ക് മുമ്പ്, അത് നോട്ട് ചെയ്യണം. ആദ്യമായിട്ട് അവർ എത്ര വർഷം മുമ്പാണ് പോയത്? 130 സാൽ പെഹലെ, 130 സാൽ പെഹലെ, 130 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹിന്ദി പ്രചരിപ്പിക്കുന്നതിന് ഹിന്ദി സിനിമകളുടെയും സംഗീതത്തിന്റെയും സംഭാവനകളെ, ഓക്കെ, ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷയെ എല്ലാവരിലേക്ക് എത്തിക്കാനും പ്രചരിപ്പിക്കാനൊക്കെ ആരാണ് നമ്മുടെ ഈ ഒരു സുറീനാമിലെ എല്ലാത്തിടത്തും ഹിന്ദി ഭാഷയെ പ്രചരിപ്പിക്കാനൊക്കെ നമ്മുടെ ഏതിനെയാണ്, ഹിന്ദി സിനിമകളും സംഗീതങ്ങളും, ഹിന്ദി ഫിലിം और ഹിന്ദി സംഗീതന, ഹിന്ദി ഗാന, ഇതിനൊക്കെയുള്ള പ്രാധാന്യം, യെസ് इनका जो महत्वपूर्ण स्थान है, हमारी जो हिंदी फिल्म, हिंदी संगीत, हिंदी गाना, ये सबको एक महत्वपूर्ण स्थान है हिंदी ഭാഷ വഹാ ഫെലാനെ കെ ലിയെ, ആ ഒരു ഭാഷയുടെ ഒരു പ്രചരണത്തിന്. ഓക്കെ, അവിടെയൊക്കെ ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം ഹിന്ദി സിനിമകൾക്കും ഹിന്ദി പാട്ടുകൾക്കും ഉണ്ടെന്ന് ആര് പറഞ്ഞോടാ? ആര് പറഞ്ഞു? നമ്മുടെ രാഷ്ട്രപതി, സുറീനാമിലെ രാഷ്ട്രപതിയാണ് പറഞ്ഞത്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്യണം, സുറീനാമിലെ രാഷ്ട്രപതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പിച്ചു വെച്ചോ, ഓർത്തു വെച്ചോ. സുറീനാമിലെ രാഷ്ട്രപതി എന്താണ് നമ്മുടെ ഭാരതത്തിലെ സിനിമകളെയും പാട്ടുകളെയൊക്കെ കുറിച്ച് പറഞ്ഞത്? കാരണം ആ ഒരു ഭാരതത്തിലെ സുറീനാമിലെ രാഷ്ട്രപതി എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അദ്ദേഹം ഭാരതത്തിലെ സിനിമകൾക്കും പാട്ടുകൾക്കും നല്ലൊരു ഇംപെക്കബിൾ റോൾ ഇസ് ദർ, അതിന് അത്രയും നല്ലൊരു സ്ഥാനമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് നമ്മുടെ ഹിമാൻഷു ജോഷിക്ക് എന്തായിട്ടാണ് തോന്നിയത്? അവിടെ ഒരുപാട് പേര് ഹിന്ദി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പെഡിഗോജീസ് ഒക്കെ ശാസ്ത്രജ്ഞനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കൂടി അവിടെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കാര്യമാണ്, 130 വർഷമായിട്ട് പിരിഞ്ഞിട്ടുള്ള, അന്ന് ആദ്യമായിട്ട് അവിടെ പോയിട്ടുള്ള ഒരു ടീം ഉണ്ടാവില്ലേ, ഈ ഒരു ഭാരതത്തിലെ ആ റൂട്ടായിട്ടുള്ള ആൾക്കാർ, അവർ തിരിച്ച് ഈ ഒരു സ്ഥലത്ത് വന്നു, അവരെ നമ്മൾ ഒന്നും കൂടെ കണ്ടു എന്നൊരു ഫീലാണ് ആര്, ഹിമാൻഷു ജോഷി പറയുന്നത്. 130 സാൽ പെഹലെ ബിച്ചുടെ ഭായ് എന്നാണ്, ഫിർസെ മുലാഖാത്ത് അല്ലെ, ആ ഒരു 130 വർഷങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്ന സഹോദരങ്ങൾ വീണ്ടും ഒന്നിക്കുന്നതായിട്ടാണ് എഴുത്തുകാരന് തോന്നുന്നത്. സുറിനാമിലെ പെഹ്ലാദിൻ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തിന്റെ അവസാനം അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഹിമാൻഷു ജോഷിക്ക് തോന്നിയ കാര്യമാണ് 130 സാൽ പെഹലെ, 130 വർഷങ്ങളായിട്ട് പിരിഞ്ഞിരിക്കുന്ന ആ സഹോദരങ്ങൾ വീണ്ടും കണ്ടുമുട്ടി, വീണ്ടും യോജിച്ച പോലെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ഇൻസിഡന്റ് തോന്നിയത്. എത്ര രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ സുറിനാമെ പെഹ്ലാദിൻ എന്ന് പറയുന്ന പാഠഭാഗത്ത് നമ്മൾ വല്ലാണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ വളരെ ക്രിസ്പായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, 7, 37, 130, അങ്ങനത്തെ കുറച്ച് നമ്പേഴ്സൊക്കെ ഞാനിവിടെ പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സോ 7, 37, 130. സോ ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ആ ഒരു ഡയറി ക്വസ്റ്റ്യൻ, ഓക്കെ, ആ ഒരു ഡയറി ക്വസ്റ്റ്യൻ, ആ ഒരു ലെറ്റർ ക്വസ്റ്റ്യൻ, കാരണം ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മുടെ ഹിമാൻഷു ജോഷി തൻ്റെ സുഹൃത്തിന്, സുറീനാമിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ് തൻ്റെ സുഹൃത്തിന് ഒരു ലെറ്ററായിട്ട് അയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കത്തില്ലേ? ആ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് അദ്ദേഹം ഡയറി ആയിട്ട് എഴുതുന്നു എന്ന് പറഞ്ഞാലും എഴുതാൻ സാധിക്കത്തില്ലേ? എഴുതാൻ പറ്റും. യു ആർ കേപ്പബിൾ വെച്ചോ തോ ക്യൂ ആപ് ലോഗ് പഠ് ലിയാ ഹൈ, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, സെറ്റ് അല്ലേ? സോ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ +1 +2 എജുപോഡിന്റെ ഫാസ്റ്റ് ട്രാക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും എജുപോഡിന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. പല കാര്യങ്ങളും ഞാൻ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേർഷൻ ആപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, നിങ്ങൾക്ക് അവിടെ നമ്മുടെ ബാച്ചിന്റെ ലിങ്ക് ലഭിക്കും. നേരെ ജോയിൻ ചെയ്തോ, കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം ഞങ്ങളുടെ കൂടെ എജുപോഡിന്റെ കൂടെ അറ്റ് ദ എൻഡ് വരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവും. നേരെ വന്നോളൂ, ബാച്ചിന്റെ അകത്ത് സെറ്റ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പ്ലസ് activities, questions, everything is ready for you. If you are ready to learn, we are here to teach you. Edupod is with you, so don't worry बच्चों, don't worry, हम हैं आपके साथ. So ഇത് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുറിനാമെ പെഹ്ലാദിൻ എന്ന് പറയുന്ന പാഠഭാഗം ഒരു കുട്ടിക്ക് പോലും ഡൗട്ട് ഉണ്ടായിരുന്നു, എഴുതിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഹമേശാക്കി തര റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിവിഷൻ ഹാസ് എ പിവറ്റൽ റോൾ. കാരണം റിവിഷൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും നമ്മുടെ ഇമാജിനേഷൻ വെച്ചിട്ടും എഴുതാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു പേപ്പറിൽ ബ്ലാങ്ക് ആയിട്ടൊന്ന് എഴുതി നോക്കിയേ, ബ്ലാങ്ക് പേപ്പറിൽ ഒന്ന് എഴുതി നോക്കിയേ, ആ ബ്ലാങ്ക്നെസ് മാറ്റണം, എഴുതിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഐഡിയയും, യു ക്യാൻ ഫീൽ ദ വിസ്ഡം ബച്ചോ, യു ക്യാൻ ഈസിലി ഫീൽ ദ വിസ്ഡം. സോ നിങ്ങൾക്ക് തന്നെ ആ ഒരു വിസ്ഡം ഫീൽ ചെയ്യാൻ സാധിക്കും. ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതി, ബാക്കിയൊക്കെ സിമ്പിൾ ആവും. എല്ലാ ഫോർമാറ്റും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എക്സാമിന്റെ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും. സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു എക്സാം എങ്ങനെ എഴുതണം സാർ, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ വന്ന് എഴുതണം, എവറിത്തിങ് വിൽ ബി ഡിസ്കസ്ഡ്, ഒക്കെ നമ്മുടെ ലൈവിൽ സെറ്റ് ആക്കും. ഒരൊറ്റ ഷീറ്റ് ഇട്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരും എക്സാം ഹാളിൽ എന്താണ് ചോദിക്കുന്നത്. യു ഡോണ്ട് വോണ്ട് ടു വറി, ഓക്കെ. സോ നിങ്ങളൊന്ന് സ്റ്റാർട്ടിലാവേണ്ട ആവശ്യമില്ല, ആ സമയത്തൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. तो ठीक है बच्चों, मिलते हैं अगले ചാപ്റ്റർ के साथ. അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. तब तक के लिए धन्यवाद. 4 ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. तो ठीक है बच्चों, मिलते हैं. थैंक यू, जय हिंद.